السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله. قال النبي صلى الله عليه وسلم: إذا مات الإنسان انقطع عمله إلا من ثلاثة: صدقة جارية أو علم ينتفع به أو ولد صالح يدعو له. صدق رسول الله صلى الله عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സതുദ്ദേശങ്ങൾക്ക് അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, മതഭൗതികമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കൽ, അത് കരസ്ഥമാക്കൽ അത്യാവശ്യമായ കാര്യമാണ്. മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും: പാരത്രിക ജീവിതത്തിന് അത്യാവശ്യമാണ് മതവിജ്ഞാനം. അതുപോലെ ഭൗതികമായ ഇവിടെ ഈ ഒരു ജീവിതത്തിൽ അത്യാവശ്യമാണ് ഭൗതികമായ വിജ്ഞാനം. അവ രണ്ടും കരസ്ഥമാക്കൽ രണ്ട് ജീവിതത്തിൻ്റെയും സുഗമമായ മുന്നോട്ട് പോക്കിന് അത് അത്യാവശ്യമാണ് എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കാം. എന്നാൽ ഇന്നത്തെ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, മതവിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക വിജ്ഞാനത്തിന് തടസ്സമാകുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ തലമുറ അതിനെ കാണുന്നത്. കാരണം ഭൗതികമായ വിജ്ഞാനം വേണ്ടതുപോലെ കരസ്ഥമാക്കാൻ അതിന് മതപഠനം ഒരു തടസ്സമായിക്കൊണ്ടാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ തലമുറ കണ്ടുവരുന്നത്. ആ ഒരു രൂപത്തിലാണ് അവരുടെ പ്രവർത്തനവും കാഴ്ചപ്പാടും ആ ഒരു നീക്കുപോക്കുകളൊക്കെ ആ ഒരു നിലക്കാണ്. എന്നാൽ നമുക്കറിയാം, മക്കളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അല്ലാഹു തആല പറയാണ്: അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്നാണ്. സമ്പത്താവട്ടെ, മക്കളാവട്ടെ, അത് ഈ ഒരു ദുന്യവിയായ ജീവിതത്തിലെ ഭംഗിയാണ്, അലങ്കാരമാണ്. എന്നാൽ അതൊക്കെ കൺകുളിർമ ഉണ്ടാവണമെങ്കിൽ, അതുകൊണ്ടൊക്കെ നമുക്ക് രണ്ട് വീട്ടിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ, അത് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ, അതല്ലെങ്കിൽ നല്ല മാർഗത്തിലൂടെ അതിനെ ചെലവഴിച്ചെങ്കിൽ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്: ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനക്ക് പിന്നെ സൽക്കർമ്മം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, അത് അവസാനിച്ചു. പിന്നെ അവൻ്റെ പേരിൽ അവൻ്റെ കുടുംബങ്ങൾ, മക്കളൊക്കെ ചെയ്യുക എന്നല്ലാതെ അവനക്ക് മരണത്തോടു കൂടി സ്വന്തമായിക്കൊണ്ട് അമല് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എന്നാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അണമുറിയാതെ നിലക്കാത്ത രൂപത്തിൽ അവൻ്റെ ഖബറിലേക്ക് എത്തപ്പെടുന്ന ഒരു അമാലാണ് ഒന്ന് സദഖത്തുൻ ജാരിയായ സദഖ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും മരണപ്പെട്ടാലും. അതുപോലെ തന്നെ ഇൽമുൻ യുൻതഫഉ ബി, അവൻ പഠിക്കപ്പെട്ട ഇൽമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിജ്ഞാനം അവിടെ നിലനിൽക്കുന്ന കാലം അതും അവൻ്റെ ഖബറിലേക്ക് എത്തപ്പെടും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനത്തെ അവൻ ഇവിടെ ഒരു അസറ്റായിക്കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതും നാളെ അവനക്ക് ഉപകാരപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ദീനീ വിജ്ഞാനം അത്യാവശ്യമായ കാര്യമാണ്. ഒരിക്കലും മതപഠനം അത് ഭൗതികമായ പഠനത്തിന് തടസ്സമാവാൻ പാടില്ല. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഇതിഹാസ പുരുഷനായിരുന്നല്ലോ മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയപ്പെടുന്ന വ്യക്തി. തൻ്റെ ജീവിതകാലം ഇന്നത്തെ തലമുറകൾക്കൊക്കെ വലിയ റോൾ മോഡലാക്കേണ്ട, പാഠമാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ വയസ്സിലാണ് തൻ്റെ പിതാവായ അലി ഖാൻ മരണപ്പെടുന്നത്. അങ്ങനെ ശേഷം തൻ്റെ മാതാവായ ആബിദ ബീഗമാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. മഹദി അവർകൾ തൻ്റെ 3 മക്കളാണ്. അവർ 3 പേരെയും കൃത്യമായിക്കൊണ്ട് നല്ല ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു. ആ നാട്ടിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് സ്ഥാപനത്തിൽ അവർ ചേർത്തു. അതുപോലെ തന്നെ അതോടൊപ്പം അവരൊക്കെ ഖുർആൻ ഹാഫിളീങ്ങളാക്കുകയും ചെയ്തു.
മാത്രമല്ല ആ ഉമ്മ ചെയ്യുന്ന ഒരു നല്ല നന്മയായ പ്രവർത്തനമായിരുന്നു. എന്നും രാത്രിയിൽ 3 മണിയായി കഴിഞ്ഞാൽ ആ ഉമ്മ തൻ്റെ മക്കളൊക്കെ വിളിച്ചുണർത്തിക്കൊണ്ട് ഉമ്മയും മക്കളും കൂടിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്വഭാവം ഉള്ള ഒരു കുടുംബമായിരുന്നു. അങ്ങനെ മുഹമ്മദ് അലി ജൗഹർ വളർന്നു വലുതായി അലിഗഡിലാണ് പഠിച്ചു വളർന്നത്. അങ്ങനെ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടിക്കൊണ്ട് ലണ്ടനിലേക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ മാതാവ് കൊടുത്ത ഒരു 3 ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റേണ്ടത്. ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, മകനെ നീ ഹാഫിളാണ്, അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൃത്യമായി കൊണ്ട് അത് കൊണ്ട് നടക്കണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു, മുത്തനബിയുടെ തിരു സുന്നത്തുകൾ നിന്റെ ജീവിതത്തിൽ നീ മുറുകെ പിടിക്കണം, അതും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. മൂന്നാമതായി കൊണ്ട് പറഞ്ഞ ഒരു ഉപദേശമായിരുന്നു, എല്ലാ രാത്രിയിലും നീ തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ഉമ്മാൻ്റെ 3 വസിയത്ത് ശിരസ വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ തൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിക്കൊണ്ട് ലണ്ടനിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ ലണ്ടനിലെത്തി അവിടെ അങ്ങനെ താമസം ആരംഭിച്ചു. തൻ്റെ റൂംമേറ്റായ ഖമറുദ്ദീൻ എന്ന് പറയുന്ന ആള് മുഹമ്മദ് അലി ജൗഹറിനെ പറ്റിക്കൊണ്ട് പറയാണ്, ലണ്ടനിലെ മരം കൂച്ച് തണുപ്പുള്ള സമയത്തു പോലും മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്നവർ രാത്രിയിൽ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. പലപ്പോഴും ഞങ്ങളൊക്കെ കണ്ണ് തുറക്കുന്നത് മുഹമ്മദ് അലി ജൗഹറിൻ്റെ തഹജ്ജുദ് നമസ്കാരത്തിലുള്ള ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ രാത്രിയിൽ കണ്ണ് തുറക്കാറുള്ളത് എന്ന് ഖമറുദ്ദീൻ അവിടുത്തെ അനുഭവം രേഖപ്പെടുത്തുക. അപ്പോൾ അന്നത്തെ അവിടുത്തെ ക്യാമ്പസിൻ്റെ അവസ്ഥ അത്രത്തോളം ദീനി അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ക്യാമ്പസ് അന്തരീക്ഷമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ അധംപതിച്ചു പോയ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഈ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ജീവിത മാർഗം നോക്കണം. അവരുടെ ജീവിത ശൈലി അത്രത്തോളം ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു പഠിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ലണ്ടനിലേക്ക് പോണത്. അപ്പോഴും അവിടെ മതത്തിൻ്റെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ മതത്തിന് നിരക്കാത്ത രൂപത്തിലുള്ള ജീവിതം ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഭൗതികമായ വിജ്ഞാനത്തിന് ഒരിക്കലും മതവിജ്ഞാനം തടസ്സമാവാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ 2 വിജ്ഞാനവും സമുന്നയിച്ചു കൊണ്ട് നടക്കേണ്ടതുണ്ട്. അള്ളാഹു തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.